ഇവിടെ ബഹുമാനപ്പെട്ട അംഗം കണ്ണൂർ ജില്ലയിലെ ബോംബുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളാണ് വിശദമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാനതിൻ്റെ പഴയ ചരിത്രത്തിലേക്കൊന്നുമല്ല ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പഴയ ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ നിന്നാണ് ബോംബിൻ്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അറിയില്ലേ? നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ പറയുന്ന ആൾക്കറിയില്ല, പക്ഷേ നേരത്തെ സംസാരിച്ച ആൾക്കറിയാം. അത് പന്തക്കപ്പാറയിൽ ഓർമ്മയില്ലേ? കുളങ്ങരയത്ത് രാഘവൻ. ഇനി ഞാൻ കൂടുതൽ പറയണം. കുളങ്ങരയത്ത് രാഘവൻ എന്ന് പറയുന്നത് അന്നത്തെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടയാളാണ്. സർ, അതൊരു ബീഡി തൊഴിലാളിയായിരുന്നു. ആ ബീഡി ബ്രാഞ്ചിൽ തൊഴിലെടുക്കുന്ന ഘട്ടത്തിലാണ് അന്ന് ഒരു സംഘം ആളുകൾ ഈ ചെറിയൊരു ബാഗ് ഇങ്ങനെ തൂക്കിപ്പിടിക്കുന്ന ബാഗില്ലേ, ആ ബാഗിൽ ബോംബ് വിട്ട് വന്ന് അതിൽ നിന്ന് ബോംബെടുത്ത് എറിയായിരുന്നു. ബഹുമാനപ്പെട്ട അംഗത്തിന് അത് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. അവിടെ നിന്നാണല്ലോ തുടക്കം. അതേവരെ കണ്ണൂർ ജില്ലയിൽ ഈ ബോംബ് എന്ന് പറയുന്നത് എന്താണെന്ന് സാധാരണഗതിയിൽ ആൾക്കറിയില്ലായിരുന്നു. പിന്നീടത് ഒരു ഘട്ടത്തിലല്ലേ അതെവിടം വരെ എത്തി? അവസാനം DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ. ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ ചെന്നപ്പോൾ ആ മാധ്യമങ്ങളുടെ മുന്നിലാണല്ലോ ഇത് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവരാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പുക മാത്രം വരുന്ന ബോംബ്, ഇത് മാരകമായ ശേഷിയുള്ള ബോംബ്, 3-4 തരം ബോംബ് ഇങ്ങനെ കാണിക്കുകയായിരുന്നു. അത് DCC ഓഫീസിലായിരുന്നല്ലോ. ഇതിൽ നിന്നെല്ലാം കണ്ണൂർ ജില്ലയിൽ പഴയ കാലത്തിൽ നിന്ന് വലിയ മാറ്റം പിന്നീട് വന്നല്ലോ. ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷം പൊതുവെ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. ഇവിടെ സാധാരണ നിലയിൽ ഇത്തരമൊരു ബോംബ് നിർമ്മാണത്തിൻ്റെതായ ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അത്രയും സമാധാനപരമായ അന്തരീക്ഷം ഇപ്പം നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ബോംബ് നിർമ്മിക്കുന്ന പ്രക്രിയ ഉണ്ടായിരിക്കുന്നു. അതിനോടൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവവും സർക്കാർ കാണിക്കുന്നില്ല. ഇപ്പോൾ പാനൂരിലുള്ള സംഭവം ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കർക്കശമായ നടപടിയാണ് അതിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചതും ഒരു ഹതഭാഗ്യനായ വളരെ പ്രായമുള്ള ഒരാളാണ് ഇവിടെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തീർത്തും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ അങ്ങ് പറഞ്ഞ പോലെ മോഹനന് യാതൊരു ബന്ധവുമില്ല. മോഹൻ്റെ പറമ്പിലായി എന്നല്ലാതെ മറ്റേ ആ പറമ്പുകാരനാണെന്നൊന്നും നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. ആ പറമ്പ് അദ്ദേഹത്തിൻ്റെതാണെന്ന് മാത്രം, അത്രയേ കാണുള്ളൂ. അവിടെ ആ സംഭവം ഗൗരവമായി അന്വേഷിക്കും. എവിടുന്നാണ് ഇത്തരമൊരു ബോംബ് അവിടെ എത്തിച്ചേർന്നത്, അതുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷണം നടത്തും. പിന്നെ അങ്ങ് പറഞ്ഞ മറ്റേ ഭാഗം ശരിയല്ല. ഈ ഇത്തരം ഒരു പ്രദേശത്ത് സംഭവം ഉണ്ടായാൽ ആളുകൾ ഓടിക്കൂടുമല്ലോ. ആ ഓടിക്കൂടുന്നത് ഈ പിന്നെ അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് നശിപ്പിക്കാനല്ലല്ലോ. നമ്മളെല്ലാം നാട്ടുപുറങ്ങളിലൊരു സാധാരണ രീതിയല്ലേ ആളുകളെല്ലാം ഓടിക്കൂടുന്നത്. പോലീസും അതേ വേഗതയിൽ തന്നെ അവിടെ എത്തുന്നുണ്ട്, വലിയ താമസമില്ലാതെ തന്നെ എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കുന്ന നടപടിയൊന്നും നാട്ടുകാർ സ്വീകരിച്ചിട്ടില്ല. അതങ്ങനെ കഴിയുന്നതുമല്ല. കാരണം എല്ലാവരും കൂടി ഓടിയെത്തുകയാണ് ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ. ഏതെങ്കിലും ഒരു കൂട്ടർ വരണമെന്നൊന്നും പറയുന്ന അവസ്ഥയുണ്ടാവില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ അന്വേഷണം നടത്തും. എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടമെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുകയും ചെയ്യും.